അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ടാക്സി കിട്ടിയിട്ടുണ്ട്. യെസ് കമ്മിങ് ബ്രോ. ഇങ്ങനെ ടാക്സി കിട്ടി 1.5 KD പുള്ളിക്ക് നമ്മളെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റ്. هذا فيه مال فيش صح؟ وفي غير فيش ماركت واحد هذا مال سوق شرق. ഒരെണ്ണുള്ളൂ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ഷർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് മീനിൻ്റെ വിഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും 1.5 KD കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഇതാണ് ഫിഷ് മാർക്കറ്റ്. നല്ല ഭംഗിയാണ് ഫിഷ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല വലിയ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പച്ചക്കറി കേട്ടോ. പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഫിഷിൻ്റെ. ATM കൗണ്ടേഴ്സും ഞങ്ങളവിടെ കണ്ടായിരുന്നു കേട്ടോ. കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഫ്രഷ് മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ചെമ്മീൻ്റെയൊക്കെ ഒരു ഘോഷയാത്ര തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ചേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, 1 KDക്ക് മീൻ എന്ന് പറഞ്ഞു. 1 KD എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം 275 രൂപയ്ക്ക് നല്ല വലിയ മീനൊക്കെ. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ അതേപോലെ തന്നെ പൈസയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷേ എന്നാലും നല്ല ഫ്രഷ് മീൻ നമുക്ക് കാണാൻ പറ്റി. എന്തോരം മീനാണ് നമ്മുടെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല പല പേരുകളിൽ അറിയപ്പെടുന്ന പല പല ആൾക്കാർ വിൽക്കുന്ന സ്ഥലങ്ങൾ. ബംഗാളികളുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, മലയാളികളുണ്ട്, പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ മീൻ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരുപാട് കടകളുണ്ട്, ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്, ഒരുപാട് മലയാളികളും കടകൾ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കടകളിലെയും ഓരോ മീനിൻ്റെ വില നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു ബംഗ്ലാദേശിലെ ഒരു ചേട്ടച്ചാര് നമ്മളെ മുട്ടിയത്. ആളുടെ കയ്യിൽ ഒരു 3 മീനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇന്ന വിലക്ക് തരാമെന്ന് പറഞ്ഞു. ആൾ ആദ്യം പറഞ്ഞു ഒരു മീൻ 2.5 കിലോ വെച്ചിട്ടാണ്. ഞങ്ങളപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയായിരുന്നു ആ മീൻ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ വറ്റിയില്ലേ, അതുപോലെ ആയിരുന്നു ആ മീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീൻ 2.5 KD പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് നോക്കട്ടെ എന്ന് പറഞ്ഞ് തൂക്കമൊന്നും നോക്കിയൊന്നുമില്ല. 3 മീൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 5 KDക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പുള്ളി ആദ്യമൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഞങ്ങൾ അവിടെ നിന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞ് പുറത്ത് പുള്ളി പോയപ്പോൾ ഞങ്ങളുടെ പുറകെ വന്ന് പുള്ളി പറഞ്ഞു, ഓക്കെ ചേട്ടാ ഞാൻ തരാം, 5 KDക്ക് ക്ലീനിങ് അടക്കം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മീനാണെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വറ്റയോ പാറവറ്റയോ അങ്ങനെ എന്തോ ഒരു മീനാണ്. എന്തായാലും ഫ്ലോപ്പ് ആവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. അലമ്പായിരിക്കും. 5 KD എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം 1500 രൂപയോളം അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് അബ്ബാസിയിലേക്ക് ഇനി തിരിച്ചു പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് കണ്ടെത്തണം. സോ മാപ്പിൽ കയറുക, നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അടിച്ച് നോക്കുക, അതെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാം. ഇതാണ്ടോ ഇറങ്ങിയപ്പോൾ കാഴ്ച. അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇങ്ങനെ ഫിഷ് മാർക്കറ്റാണെന്ന് കണ്ടാൽ പോലും പറയൂല. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ അത്ര അതിമനോഹരമായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടാ, ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. എന്തായാലും ഇത് നല്ല മീനായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനപ്പോൾ അടുത്ത നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള സെറ്റപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളിലാണ് ഇങ്ങനെ പ്രവാസികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ചെറിയ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കി. മീൻ അതിഗംഭീരം. ഈ മീനിന് എന്തുകൊണ്ടാണ് അവൻ ഇത്ര വില കുറച്ച് തന്നത് പോലും ഞങ്ങൾക്കറിയില്ല. വെട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7-8 കിലോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊരിച്ചും ഫിഷ് കറിയും വെച്ച് അങ്ങനെ ഒരാഴ്ചക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത്.